സാധ്യതയുണ്ട് ഈ സിനിമ. കാരണം പല യൂട്യൂബർമാർ ഇതിനെ ട്രോൾ ഇതിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് സിനിമ. എന്തായാലും 38 വർഷങ്ങൾക്ക് ശേഷം എന്തായാലും വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. കമലഹാസനെ അപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ പ്രായാധിക്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷെ അതൊന്നുമല്ല, ക്യാരക്ടറിൻ്റെ ആ ഒരു പഞ്ച്, അത് ഒരു രക്ഷയില്ല. കമലഹാസൻ ഈ പ്രായത്തിലും അതിജീവിക്കുന്നത് ഇങ്ങനെ പെർഫോമൻസ് കൊണ്ട് തകർത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കിടിലം പടമാണ്. ആക്ഷനൊക്കെ അടിപൊളിയാണ്. കാരണം നമുക്ക് അത്രയും പ്രായമുണ്ട്. ഈ പ്രായത്തിലും പഞ്ച് സാധനമാണ് ചോദിച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല. ആക്ഷനാണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതോ കഥയ്ക്കാണ്? ആക്ഷനുണ്ട്, കഥയിലാണ് മിക്സിംഗ് ആണ്. കാരണം ചിമ്പു ഒരു രക്ഷയില്ല. ചിമ്പു ഒക്കെ അടിപൊളിയാണ്. ചിമ്പു ഇനി തമിഴിന്റെ അടുത്ത ഒരു സ്റ്റാർ ആവാൻ സാധ്യതയാണ്. കാരണം ചിമ്പുവിന് ഒരു കംബാക്ക് ആയിട്ടാണ് സിനിമ. നായകനേക്കാൾ വില്ലന് പ്രാധാന്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. നായകനെക്കാട്ടും വില്ലന് പ്രാധാന്യം ഉണ്ടെന്നല്ല, ഇത് ആ കഥ പറഞ്ഞു പോകുന്ന രീതി അങ്ങനെയാണ് ആ സിനിമ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഈ സിനിമ തുടക്കം തന്നെ മനസ്സിലാവും ഈ ക്യാരക്ടറെ ചിമ്പു എന്ന വില്ലൻ തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെയാണ് സിനിമ മേക്ക് ചെയ്ത് പോയിരുന്നത്. ഇതിൻ്റെ രവി കെ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാമറാമാൻ ഒരു രക്ഷയില്ല. അടിപൊളി ഫ്രെയിമാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റും സൂപ്പറാണ്. എന്തായാലും ടിപ്പിക്കൽ മണിരത്നം പടമാണ്. ടിപ്പിക്കൽ മണിരത്നം തന്നെയാണ് സിനിമ. കമലഹാസൻ കോംബോയാണ് നായകൻ. സിനിമ നമുക്കറിയാം. അതിന് ശേഷം വന്നിട്ടുള്ള ഇടുക്കിട്ടിലെ മാസും ക്ലാസ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ജോർജ് ഉണ്ട്, നാസർ ഉണ്ട്. ഇതിലെ ഒരുപാട് നടന്മാരുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വലിയൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ മേക്കിംഗ് രീതി ഒരു പുതുമയാർന്ന മേക്കിംഗ് രീതിയാണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും ഇത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് പല യൂട്യൂബർമാരും ഈ സിനിമയെ ഇത് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. ട്രോളി നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. എനിക്ക് അവർക്കത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ദയവ് ചെയ്ത് സിനിമ ഇങ്ങനെയുള്ള സിനിമകളെ നശിപ്പിക്കാൻ ഇമോഷണലായിട്ട് വർക്കാവുന്നുണ്ട്. പ്രേക്ഷകർക്ക് വർക്കാവുന്നുള്ള ഉറപ്പാണ്. നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ നമുക്കറിയാം പ്രേക്ഷകനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിനിമ കാണുന്നത്. അല്ല എൻ്റെ സ്വന്തം അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചിരിച്ചില്ല, മറ്റുള്ളവർ ചിരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, നമ്മളൊരു സിനിമ നിരൂപകനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ്റെ അഭിപ്രായം കൂടെ എടുത്തുകൊണ്ട് വേണം സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ തിയേറ്ററിൽ റിവ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ ഒരു പ്രൊഡ്യൂസർ നമ്മൾ നശിപ്പിക്കരുത്. ട്രോളി ഈ സിനിമയെ നശിപ്പിക്കരുത്. ഈ അറിയാതെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അദ്ദേഹം സിനിമ ഇന്ന് തന്നെ ഈ സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിനെ നശിപ്പിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രേക്ഷകർ തിയേറ്ററിൽ ഒരു സിനിമ കാണുക, നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാ പ്രേക്ഷകരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമ നിരൂപകർ ഇത് നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടു, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല. സിനിമയുടേതായ രീതിയിൽ തന്നെ വിലയിരുത്തണം. അതിൻ്റെതായ വിലയും കൊടുത്ത് ആ സിനിമയെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സിനിമയെ നശിപ്പിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ട്രോളി നശിപ്പിക്കരുത്, അതെനിക്ക് പറയാനുള്ളത്. നമുക്ക്